ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ എംഎസ് സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് മുൻകൂർ ജാമ്യമില്ല. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണം? സജിത്ത്, കോടതിയുടെ വിധിപ്പകർപ്പിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. മുൻകൂർ ജാമ്യം തള്ളി എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നുള്ളൂ. നേരത്തെ തന്നെ ഈ സിഇഒ എംഎസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബിന്റെ അറസ്റ്റ്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ അറസ്റ്റ് തടഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളാണ് ഷുഹൈബ. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട് സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഷുഹൈബ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് ഹർജി പരിഗണിച്ച ഹൈക്കോടതിയാണ് നേരത്തെ അറസ്റ്റ് കഴിഞ്ഞ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. അത് ഷുഹൈബ് വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ എംഎസ് സൊല്യൂഷൻസ് മാത്രമല്ല ചോദ്യങ്ങൾ പ്രവചിച്ചതെന്നും മറ്റുള്ളവരെ കുറിച്ച് അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികളിലേക്ക് ഉടനടി കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ പ്യൂണും ഉൾപ്പെടെയുള്ള ആളുകളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മുഹമ്മദ് ഷുഹൈബിനെ അദ്ദേഹം മാത്രമായിരുന്നു കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരുന്നത്. അതുകൊണ്ടാണ്, അതായത് മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് ഷുഹൈബിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഒരു ഇന്ററിം ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നത്. അത് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ ഉടനെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി, ഇന്നലെ ഈ ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന കണ്ടെത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരുന്നു. ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് പോയത് എന്ന കാര്യം കണ്ടെത്തിയിരുന്നു. സ്കൂളിലെ പ്യൂണാണ് ഇതിന് പിന്നിൽ, അയാളാണ് ചോർത്തി നൽകിയത് എന്ന് കണ്ടെത്തിയിരുന്നു. അങ്ങനെ പോലീസ്, ക്രൈംബ്രാഞ്ച് അത് സംബന്ധിച്ച ഒരു ഫൈനൽ പ്രൊസീജിയറിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കുരുക്കും മുറുകും ഈ എംഎസ് സൊല്യൂഷൻസിനെതിരെ എന്ന് വേണേ കരുതാം. തീർച്ചയായിട്ടും സജിത്, കാരണം എംഎസ് സൊല്യൂഷൻസ് ഈ ചോദ്യപേപ്പർ പകർത്തി, അതായത് ചോദ്യപേപ്പർ ചോർത്തി നൽകിയ സാഹചര്യത്തിൽ ഈ മലപ്പുറത്ത് മേൽമുറി എന്ന് പറയുന്ന സ്ഥലത്തെ അൺഎയ്ഡഡ് സ്കൂളിലുള്ള പ്യൂൺ അബ്ദുൽ നാസറിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവര് വിദ്യാഭ്യാസ വകുപ്പുമായി തുടർന്ന് കൊണ്ടുവരുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഇയാളാണ്, അതായത് അധ്യാപകൻ, എംഎസ് സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് ഈ അബ്ദുൽ നാസർ ആണെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അബ്ദുൽ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിലാണ് ഈ പറയുന്ന ഫഹദ് മുൻപ് ജോലി ചെയ്തിരുന്നത്. ഈ ബന്ധം നിർത്തിയിട്ടാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി ഫഹദിന് നൽകിയിരുന്നത്. ഇയാള് ജില്ലയിലെ, അതായത് മലപ്പുറം ജില്ലയിലെ രാമപുരം സ്വദേശിയാണ് ഈ അബ്ദുൽ നാസർ. ഈ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് ഫഹദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അബ്ദുൽ നാസറിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. 4 സയൻസ് വിഷയത്തിലെ ചോദ്യപേപ്പറാണ് ഈ അധ്യാപകൻ ഫഹദിന് അയച്ചു കൊടുത്തിരുന്നത്. ഫോണിൽ ചോദ്യപേപ്പറിന്റെ ചിത്രമെടുത്ത് അയച്ചു കൊടുക്കുകയായിരുന്നു. എന്തായാലും കൃത്യമായ ചോദ്യപേപ്പർ ചോർത്തിയത് അബ്ദുൽ നാസർ ആണ് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യമില്ല ഈ ചോദ്യപേപ്പർ ചോദിച്ചതിൽ എംഎസ് സൊല്യൂഷൻസ് ഉടമ. അതാണ് പ്രധാനപ്പെട്ട നീക്കം കോടതിയിൽ. ഇടവേളയാണ്, വീണ്ടും മടങ്ങി വരാം.